മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം പണം നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകാനാണ് കേരളത്തിന്റെ തീരുമാനം. എയർലിഫ്റ്റിംഗിന് ചെലവായ 132 കോടി തിരിച്ചടക്കണം എന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ കത്ത്. കേന്ദ്ര നടപടിയെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രിമാർ രംഗത്തെത്തി. വിവിധ കമ്മിറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. കേരളത്തിനോടുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ട് കേരളത്തെ സഹായിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് കോടതി കൃത്യതയോടുകൂടി വിമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. കത്ത് സ്വാഭാവികമായിട്ടും വന്ന സാഹചര്യത്തിൽ അത് കൊടുക്കേണ്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് ചർച്ച ചെയ്യും. ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കും. എന്തൊരു ക്രൂരതയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ചില്ലിക്കാശ് സഹായം തന്നിട്ടില്ലെന്ന് മാത്രമല്ല, ആ ദുരന്തത്തിന് വിമാനം അയച്ചതിൻ്റെയും പഴയതിൻ്റെയും ഒക്കെ കണക്ക് ചേർത്ത് വാങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിത് എത്രയോ കാലമായിട്ട് പറയല്ലേ, ഈ ചൂരൽമലയിലേതും ഇപ്പം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇങ്ങോട്ട് ചില്ലിക്കാശ് ദുരന്ത നിവാരണത്തിന് തന്നില്ല. 4 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തല്ലോ. അതിനേക്കാൾ വലിയ ദുരന്തമല്ലേ വയനാട്ടിൽ മേപ്പാടിയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായത്? എന്താ തരാത്തത്? വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതുപോലെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അതിന് നിന്നുകൊടുക്കാനല്ലല്ലോ കേരളം ജനങ്ങളെ അണിനിരത്തിയും ജനങ്ങളുടെ പിന്തുണയോടെയും ഇതിനെ അതിജീവിക്കും.